ഹലോ വെൽക്കം ടു ഫാം ജാം വ്ലോഗ്സ്. സോ ഇന്ന് നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്, ഒരു ചെറിയ വൺ ഡേ ട്രിപ്പ്. സോ ഇതിൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് കണ്ണൂരിലെ പെറ്റ് സ്റ്റേഷനാണ്. സോ നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. గమ పాపమ పరే రే సరి మగస ഇത് എൻട്രി ഫീസ് പെർ പേഴ്സൺ 150 റുപ്പീസാണ് വരുന്നത്. അതിൽ നമുക്ക് ഈ മീനിന് കൊടുക്കാനുള്ള ഫീഡും അതേപോലെ തന്നെ കുറച്ച് പച്ചപ്പുല്ലും തരും കയ്യിൽ. അത് നമ്മൾക്ക് ഇതിന് ചുറ്റിലും കുറച്ച് ആനിമൽസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു എൻട്രി കാർഡിൽ നമ്മൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, ഏതെങ്കിലും ഒരു ബേർഡിനെയോ എന്തെങ്കിലും ഒരു സംഭവത്തിന് നമ്മൾക്ക് നമ്മുടെ കയ്യിലെടുക്കാനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഞാൻ ഈ ഒരു ബേർഡ്സിനെ ആണ് പിക്ക് ചെയ്തത്. സോ ഇതിന് നമുക്ക് ഒരു ടിക്കറ്റിൽ ഒരു ആക്ടിവിറ്റിയാണ് പോസിബിൾ ആവുന്നത്. സോ ഞങ്ങളുടെ അച്ഛൻ്റെ സൈഡിലുള്ള കംപ്ലീറ്റ് ഫാമിലി ആയിട്ടാണ് പോയത്. സോ ഇതാണ് ഞങ്ങൾ കണ്ട കാഴ്ചകൾ. ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കുറച്ച് പരിചയം ഉണ്ടാവായിരിക്കാം കണ്ണൂർക്കാർക്ക്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഇതെൻ്റെ ആപ്പനാണ്. ആപ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഏറ്റവും വലിയ അനിയനാണിത്. ആൻഡ് യാ, നമ്മൾ കംപ്ലീറ്റ് ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫൺ പാക്ഡ് ട്രിപ്പായിരുന്നു അത്. ഇതിൽ എൻ്റെ മാത്രം ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ അല്ല, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി കോൺട്രിബ്യൂഷനാണ്. സോ ഇതിൻ്റെ അകത്ത് വ്ളോഗിലുള്ള എല്ലാ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എല്ലാവരും എടുത്ത് ഒരു ഗ്രൂപ്പിലാക്കി ഞങ്ങൾ ഇതിനെ ഒരു വീഡിയോ ആക്കി ഇടാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഇത് വ്ളോഗായിട്ട് ഇത് പലരുടെ അടുത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിലും ഇത് ഞങ്ങൾക്കൊരു ഫൺ മെമ്മറി ആയിരിക്കും. അതേപോലെ തന്നെ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലൊരു മെമ്മറി ആയിട്ടെങ്കിലും ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഇല ഇവർ നമുക്ക് പുറത്തുനിന്ന് തരുന്നതാണ്. സോ ഈ ഒരു ഇല ഞങ്ങൾ ഇങ്ങനെ ഓരോരോ ആൾക്കാർക്കും ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും റെഡിയായിട്ട് ഇരിക്കും നമ്മൾ പോകുന്ന സമയത്ത്. ഈ ഒരു ഡോങ്കി മാത്രം അത്രക്കൊരു ആക്റ്റീവ് അല്ലായിരുന്നു. ആള് ഉറങ്ങാൻ നിന്നിട്ട് എത്ര പൊല്ല് കാണിച്ചിട്ട് വിളിച്ചിട്ടൊന്നും വരാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലുള്ള ഇല ഈ ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചു കൊണ്ടുമാണ് ചെയ്തത്. വേറെ ആർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ക്യൂട്ടായി തോന്നിയിട്ടുള്ള ഈ ഒരു കുട്ടി കൗവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതൊക്കെ പുതിയ എഡീഷനാണ്. ഞാനിപ്പോൾ ഇവിടെ വന്ന് കണ്ണൂരിൽ എനിക്ക് തന്നെ 3ാമത്തെ പ്രാവശ്യം എന്തുമാണ് പെറ്റ് സ്റ്റേഷനിൽ പോകുന്നത്. ഈ പക്ഷീനെ കണ്ടത് അമ്മമ്മ വേറെ ഒന്നിനും എനിക്ക് വേണ്ട, ഇത് തന്നെ എനിക്ക് മതി എന്നൊരു തീരുമാനം എടുത്ത അമ്മമ്മ അതിനെടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്തു. ഈ എല്ലാ ഡോഗ്സിനകത്ത് ഈ ഒരു ഡോഗ് മാത്രമാണ് ഉറങ്ങാതിരിക്കുന്നുണ്ടായിരുന്നത്. ബാക്കി എല്ലാ ഡോഗ്സും രാത്രിയിലാണ് ആക്റ്റീവ് എന്നുള്ളത് കൊണ്ട് അത് ആ ഒരു സമയത്ത് ഉറക്കമായിരിക്കും. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയത് കായൽ തീരം എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ്. ഇത് കണ്ണൂർ മാട്ടൂൽ ഏരിയയിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഇത് കുറച്ച് ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത് ഒരു ഗുഹാക്ഷേത്രമാണ്. കണ്ണൂരിൽ ഇപ്പം എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ്. സോ ഇവിടുത്തെ വൈബ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബായിരുന്നു. സോ ഇത് പക്ഷേ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും വരാം. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഫുൾ വിളക്കൊക്കെ കത്തിച്ചിട്ടൊരു ഡിഫറെൻറ്റ് വൈബാണ്. ഇതൊരു ക്ലിഫിൻ്റെ മേലെയായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇതിൻ്റെ നേരെ താഴെ കിഴുന്ന ബീച്ചാണ്. സോ അമ്മൂമ്മയൊക്കെ അവിടെ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അവരവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. ഇത് ചാദർ പിടിച്ച് പോകുന്നതൊന്നുമല്ല, വെയിൽ കാരണം അമ്മയുടെ ഷോൾ എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു വൈബ് ഒരു ഡിഫറെൻറ്റ് വൈബാണ്. ഈവനിങ്ങിൽ വരുന്നതാണ് ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂവും കൂടെ കിട്ടുന്നത്. സോ അതിന് നേരെ താഴെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും വലുതായതിന് ശേഷം ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഒരുമിച്ച് പോകുന്നൊരു ട്രിപ്പാണിത്. ബേസിക്കലി ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇതേപോലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളിൽ ഏതെങ്കിലും ഒരാൾ കുഞ്ഞായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ലല്ലോ. സോ ഇപ്പം എല്ലാവരും ഒരുപോലെ വലുതായി ഇപ്പോൾ എല്ലാ മെമ്മറീസായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഞങ്ങളിപ്പോഴാണ് ഒരുമിച്ച് ഒരു ടൈം കിട്ടിയത് ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊക്കെ. അതിനുശേഷം ഞങ്ങൾ പോയത്
ഇവിടുത്തെ സെക്യൂര സെൻറ്ററിലാണ്. സെക്യൂര സെൻറ്ററിൽ പോയിട്ട് കുറച്ച് മാളൊക്കെ ഒന്ന് കണ്ട്, അപ്പോൾ മേമയ്ക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. മേം ഇതൊക്കെ ഒന്ന് ഷൂട്ടൊക്കെ ചെയ്ത് നോക്കി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഒരു ഫലൂദയൊക്കെ കഴിച്ചിട്ടാണ് അന്ന് പിരിഞ്ഞത്. നമ്മൾ എല്ലാവരും കണ്ണൂർ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ 24x കോൺടാക്ട്സ് ഒന്നും ഉള്ള ആൾക്കാരല്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള മൊമെൻറ്റ്സാണ് ഞങ്ങൾക്ക് എത്ര ലക്കിയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങളുടെ ഫാമിലിയിലുള്ളത്, അതേപോലെ തന്നെ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉള്ളത് എന്ന് ചിന്തിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സാണ്. ആൻഡ് നോ ഡ്രാമ, നോ എക്സ്പെക്റ്റേഷൻ, അങ്ങനെയില്ലാതെ നമ്മൾ മുന്നിലോട്ടേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് സോ സ്പെഷ്യൽ ആൻഡ് we are so happy to have everyone in our lives. So that is our vlog. Thank you so much for watching this video.